ഗൈസ്, എന്തത് മേലിൽ കുറച്ച് ആൾക്കാർ എന്തൊക്കെ പരിപാടി നടത്തുന്ന? ഓ, അവര് കച്ചറ പറക്കി താഴേക്ക് എറിയുക. ഓക്കെ ഓക്കെ, എന്തായാലും ഇന്ന് നമ്മൾ ഒരു കച്ചറ പറക്കുന്ന ജോബാ ചെയ്യാൻ പോകുന്നത്. ഗാർബേജ് പിക്കർ. ഈ പുള്ളിനോടൊന്ന് സംസാരിച്ച് നോക്കാം. Come and give us a hand. The garbage won't collect itself. Okay. Trash collection. വാൻ എടുത്ത് ട്രാഷ് കണ്ടുപിടിക്കുക, ട്രാഷ് എടുത്ത് ട്രാക്കിലിടുക. ഓക്കെ, സിമ്പിൾ. 5 മിനിറ്റ് ഉണ്ട് നമുക്ക് സമയം. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ഡ്രൈവിംഗ്. വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവരും എന്നെ മിസ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മളപ്പം ചെയ്യുന്ന ജോലി നിങ്ങൾ കണ്ടല്ലോ. സച്ച് എ കൂൾ ഗാർബേജ് ട്രക്കിലാണ് നമ്മൾ പോകുന്നത്. ഈ ഗാർബേജ് ട്രക്കിൽ നമ്മൾ വേസ്റ്റ് ട്രാഷ് സിമ്പിൾസ് നിങ്ങൾ കാണുന്നുണ്ടോ മാപ്പിൽ? അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് ട്രാഷ് കളക്ട് ചെയ്ത് നമ്മൾ വാനിൽ ഇടണം. ഓക്കെ, അത് അവിടെ എത്തിയാലേ മനസ്സിലാവൂ ബാക്കി പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. ഓ നോ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ടൈം വേസ്റ്റ് ആവും. ഓക്കെ, ഇതൊരു കൂൾ ജോബാണെന്നാ തോന്നുന്നത്. പക്ഷെ നമ്മുടെ സ്ഥലം കുറച്ച് ഫാറവെയാ, എത്തുന്നില്ല. ഓടിച്ചിട്ട് നമ്മളിപ്പോൾ 1 മിനിറ്റിനെങ്കിലും കൂടുതലായി ഓടിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് 4 മിനിറ്റ്സിലും കുറവേ ഉള്ളൂ. എത്ര മിനിറ്റ്സ് എടുക്കുന്നു നോക്കാം അവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ റെഡ് ബ്രിഡ്ജാണത്, താന്നിരിക്കുക. ഇപ്പം വണ്ടികളൊന്നും പോകുന്നില്ല എന്നാ തോന്നുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ ബ്രിഡ്ജിൻ്റെ അപ്പത്തെത്തി. ഇനി നമുക്ക് നമ്മുടെ ട്രാഷിൻ്റെ അടുത്തെത്തണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരമാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ എവിടെയോ ആണ് നമ്മുടെ അമ്മൂമ്മേൻ്റെ വീട്. നമ്മുടെ സ്വന്തം വീടല്ല, നമുക്ക് സ്വന്തമായിട്ട് വീടില്ലല്ലോ. അമ്മൂമ്മേൻ്റെ വീടിൻ്റെ പരിസരത്ത് എവിടെയോ ആണ് ഈ ട്രാഷ് കളക്ഷൻ. എത്താറായി. നമ്മുടെ ഫസ്റ്റ് ട്രാഷിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. നടുക്ക് ഇങ്ങനെ കുറേ പോസ്റ്റർ കൊണ്ടുവച്ച് മനുഷ്യന് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ആക്കിയിട്ടുണ്ട് അവർ. ഓക്കെ ഓക്കെ, സ്റ്റോപ്പ് ചെയ്തിട്ട് ഓക്കെ ലെറ്റ്സ് ട്രൈ. ഈ പെണ്ണെന്തിനാ എന്നോട് ഇപ്പം സംസാരിക്കാൻ നിൽക്കുന്നത്? എനിക്കിത് ഇവിടെ സമയമില്ല. ഹേ ദേർ. ഓക്കെ, സ്പേസ് അടിച്ച് നോക്കട്ടെ. ബ്ലാ 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 ബ്ലാ. ഓക്കെ, എന്തോ ക്ലൗണിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും ക്ലൗണിനെ കാണുവാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം, അല്ലാതെ ക്ലൗണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല. ട്രാഷ് നമ്മൾ ആ സാധനത്തിന് മേലിൽ വെച്ചിട്ട് റെഡ് ബട്ടൺ പ്രസ് ചെയ്യണം. അങ്ങനെ നമ്മൾ വേണം. എന്നിട്ട് വണ്ടി കയറി ഓടിച്ച് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക്. ഇനി നമുക്ക് 2.5 മിനിറ്റിലും കുറവേ ഉള്ളൂ ബാക്കി. ഈ ഫയർ ഹൈഡ്രൻസ് എല്ലാം തള്ളിയിട്ട് ഞാൻ എല്ലായിടത്തും വേസ്റ്റ് ചെയ്യാം. ഇനി നമ്മളിപ്പം 1 ഔട്ട് ഓഫ് 6 ട്രാഷിൽ ഒരെണ്ണം കിട്ടി. ഇനി 2 എണ്ണം കൂടിയുണ്ട്. ഇവിടെ എവിടെയാണോ ട്രാഷ് കാണിക്കുന്നത്? ട്രാഷ് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട്. ഞാൻ വീണ്ടും വണ്ടി കയറിയിട്ട് ട്രാഷ് പിടിക്കാൻ നോക്കട്ടെ. ഇവിടെ നിന്നും ദേ ഫ്രണ്ടിലുണ്ട്, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓടിപ്പോയാൽ നടക്കത്തില്ല. ഞാൻ ട്രക്കിൽ തന്നെ പോട്ടെ. ഡസ്റ്റ്ബിൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആൾക്കാർക്കൊന്നും ഡസ്റ്റ്ബിനിൽ ഇട്ടൂടാ, അവരിങ്ങനെ വഴിയിലിടുക കണ്ടോ. എന്നിട്ട് വഴി കിടന്ന് ഉരുളും ഞാൻ കഷ്ടപ്പെടണം ട്രാഷ് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി വെച്ചിട്ട് വേണം എനിക്ക് റെഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ. ഷിറ്റ്, താഴെ ഒന്നുകൂടി എടുക്കട്ടെ. കിട്ടുന്നില്ലല്ലോ, എത്ര ട്രൈ ചെയ്യുന്നു. ഓക്കെ, പോയി വണ്ടിൻ്റെ അടിയിൽ പോയാൽ പാടായിരിക്കും. ഓക്കെ, ഞാൻ അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ മേലിൽ വെക്കട്ടെ. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ഇപ്പം ആകെ 2 ആയില്ല, കാരണം ഞാൻ ഉള്ളിലേക്ക് ആക്കിയില്ല. റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം എനിക്ക്. 1 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. എനിക്ക് തോന്നുന്നില്ലേ 4 എണ്ണവും നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എല്ലാം അടുത്തിട്ടാ. ഓക്കെ, ഇവിടെ ഒരെണ്ണമുണ്ട്. യെസ്, കിട്ടി, വേഗം കിട്ടി. ഇത് വേഗം ഇടാൻ പറ്റാൻ നോക്കട്ടെ. എനിക്ക് ട്രക്ക് ആകെ പൊളിഞ്ഞെടുക്കുക, പുകയൊക്കെ വരുന്ന ട്രക്കിൽ നിന്ന്. ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്നും ആവുന്നില്ലല്ലോ. ബട്ടൺ അങ്ങോട്ട് യെസ് കിട്ടി.
നെക്സ്റ്റ് ട്രാഷിലേക്ക് പോകാം. നമുക്ക് ആകെ 30 സെക്കൻഡ്സും കൂടെ ബാക്കിയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ 3 ആകെ എടുത്തോളൂ. ഇനി 3 കൂടി ചാൻസ് വളരെ കുറവാണ്. ഇതും കൂടി ചിലപ്പോൾ കിട്ടും. സംശയമായതിൻ്റെ കാര്യം ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് കിട്ടും. പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വെക്കാനാവുന്നില്ല. ഓക്കെ, വെച്ച് ഇനി നമ്മൾ ആ റെഡ് ബട്ടണും കൂടി നമുക്ക് 15 സെക്കൻഡ്സ് ഉള്ളൂ ഇതും കിട്ടാനായിട്ടില്ല. ആകെ നമ്മളിപ്പോൾ എത്ര എടുത്തത് 3 ആണ് ചെയ്തത്. $30 കിട്ടി. നോട്ട് ബാഡ്. നമുക്ക് ഇനി അമ്മൂമ്മേൻ്റെ വീട്ടിൽ കയറിയിട്ട് അമ്മൂമ്മേൻ്റെ സോഫ എടുത്തതിലിട്ടാലോ? അമ്മൂമ്മ എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതിനൊരു ചെറിയ പ്രതികാരം. പൈസ ആണ് നിൽക്കട്ടെ. പൈസ നമുക്ക് ഇതിൻ്റെ പുറകെ വെച്ച് നോക്കാം. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോട്ടെ. നമ്മള് മിക്കവാറും വണ്ടി ഓടിക്കുമ്പം പൈസ പൊട്ടുന്ന ലക്ഷണം, പൈസ എവിടെയെങ്കിലും തെറിച്ച് വീഴുന്ന ലക്ഷണം. അതേ പോയി, അത് പോയി. ഇനി പാട്ട് വെറുതെ എടുക്കാൻ നിൽക്കണ്ട. നമുക്ക് ആ മൂവ്മെൻ്റെ വീട്ടിൽ കയറാം. വെറുതെ ഈ ജെല്ലി അങ്ങനെ വീട്ടിലൊന്ന് കയറി നോക്കിയാലോ എന്താ സംഭവം. അകത്തിന് എന്തെങ്കിലും ട്രാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഇടാമല്ലോ. പുള്ളി കണ്ടില്ലെങ്കിൽ. ഓ, കണ്ടത് ജെല്ലി സോഫ, തറയിലും ജെല്ലി, ജെല്ലിയുടെ ലൈറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് ജെല്ലിയായിട്ട് എന്തോ ഉണ്ട്, അഡിക്ഷൻ ഉണ്ട്. ഇതാ പുള്ളിയുടെ റൂം. രാത്രിയാണല്ലോ, ഈ ബെഡിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ആഹാ, കുറേ ദിവസത്തെ ക്ഷീണമുണ്ട്. ബാക്കി എത്ര ദിവസം ഞാൻ ഉറങ്ങിയിട്ട് വീടില്ലാത്തതുകൊണ്ട് നല്ല സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. പൈസയിൽ കളിക്കുന്നതും മുതലാളിയാവുന്നതിൻ്റെ സ്വപ്നം കാണുന്നത്. എന്തായാലും കുറേ ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കം കേൾക്കി. ചെല്ലിയങ്ങനെ ഉറങ്ങിയൊന്നും വേണ്ടേ? ടോയ്ലറ്റിലും പോയൊന്ന് കുളിച്ചിട്ട് നമുക്ക് സ്ഥലം കാലിയാക്കാം. കുറേ ദിവസത്തെ ടോയ്ലറ്റിൽ പോകാനുണ്ടായിരുന്നേ. ഇനി ഒന്ന് കുളിക്കാം. ഡ്രസ്സൊന്നും വരണ്ട, അതൊന്നും കുഴപ്പമില്ല. ഡ്രസ്സ് ഇടാൻ നമുക്കൊന്ന് നല്ല വൃത്തിക്ക് കുളിച്ചിട്ട് ഇറങ്ങാം. ടാപ്പ് ഓഫ് ചെയ്യട്ടെ. വെള്ളം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. നമ്മുടെ വീട് പോലും അല്ല. തെയ്യങ്ങളൊന്നും പറയില്ല, നമ്മുടെ നെയ്ബർ അല്ലേ, അറിയാമോ നമ്മളെ ചവിട്ടി പുറത്താക്കിയതാണെന്നൊക്കെ. വേറെ വീട്ടിൽ ഞാൻ കയറാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ജല്ലിയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നെയ്ബർ ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും. ഭാഗ്യത്തിന് ഗാർബേജ് ട്രക്ക് അവിടെ തന്നെ ഉണ്ട്. വേറൊന്നും വന്നല്ല, അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ മുമ്മേൻ്റെ സോഫ കൊണ്ടുപോയി. സോഫ ഭയങ്കര വലുതാണല്ലോ. അത് ഈ സീറ്റിൻ്റെ ആ ഡോറിലൂടെ കയറാൻ ചാൻസ് ഇല്ല. നമുക്കതിന് ചെറിയ അമ്മ ഈ സീൻ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോൾ ഐലൻഡ് ഔട്ട് ദേർ ബ്ലാ 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 ബ്ലാ. നമുക്ക് സ്റ്റൗ എടുക്കാം. അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മേൻ്റെ ഫുഡിങ് അങ്ങ് നിൽക്കുമല്ലോ. അമ്മൂമ്മയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് ഫുഡ് അടി കൂടുതലാണ്. ഈ ഡോറിൽ നിന്ന് അത്ര ഫ്രിഡ്ജാണ്. അമ്മൂമ്മ ഡൈനിങ് ടേബിളും ഒക്കെ കാണും. എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഈ വീട്ടിൽ തന്നെ സ്റ്റക്കായി എന്നാ തോന്നുന്നത്. തുറന്നു വാ, തുറന്നു വാ, തുറന്നു വാ. ഓക്കെ, എത്തി 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 എത്തി. നമ്മുടെ ട്രക്കിട്ടാ, നമുക്ക് നമ്മുടെ ട്രക്കിലിടാൻ നോക്കാം. പക്ഷേ നമ്മളിത് മേലൊക്കെ ചുളുക്കിയത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ സ്റ്റൗ കയറുമെന്ന്. 1-2 പ്രാവശ്യം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അതവിടെ പോയല്ല. പിടിക്ക പിടിക്ക പിടിക്ക. അയാളുടെ ട്രക്കിലാണ്. അയാളുടെ ട്രക്കിൽ ചുളിവൊന്നുമില്ല. അയാള് പോയി. അവിടെ നിൽക്കേ, അയാള് പോയി. നമുക്ക് നമ്മുടെ ട്രക്കിൽ തന്നെ ഇടുന്നു നോക്കാം. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ട്രക്കിൽ കയറും. ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് ട്രക്ക് ഇടിച്ചിട്ട് പ്രശ്നമായി കിടക്കുക, ചുളുങ്ങി കിടക്കുക. സ്റ്റൗ കയറാനുള്ള സ്ഥലമില്ല. ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കയറിയില്ലെങ്കിൽ ഇവിടെ കിടക്കട്ടെ. അമ്മ ഇവിടുന്ന് വന്ന് എടുത്തോണ്ട് പോട്ടെ. വീണ്. ഓക്കെ, അവിടെ കിടക്കട്ടെ. നമുക്ക് പോവാം. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഗാരേജ് ജോബ് നോക്കി ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് പൈസ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ലൊക്കേഷനിലെത്തി നമുക്ക് വേഗം ആ ജോബ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലേ. റൂൾസ് ഒക്കെ നമുക്ക് നേരത്തെ അറിയാമെന്നാണല്ലോ. വെറുതെ വായിച്ച് ടൈം വേസ്റ്റ് ചെയ്യണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് 4 മിനിറ്റ്സേ ഉള്ളൂ.
അയ്യോ, ഇതെങ്ങനെയാ അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഓക്കെ, കേട്ടോ വീണ്ടും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം 4 മിനിറ്റ്സേ ഉള്ളൂ. എന്താ റീസൺ ആവോ? ചിലപ്പോൾ നീ ഇപ്പം ട്രാഷ് കളക്ട് ചെയ്യാനുള്ള സ്ഥലം അടുത്താണെങ്കിലോ? അതായിരിക്കും കാരണം. പക്ഷെ ഇത് കണ്ടിട്ട് എന്തോ കുന്നിന്റെ മലയുടെ മേളിലാണല്ലോ സ്ഥലം. നോക്കട്ടെ എന്താ എവിടെയാണെന്ന്. പ്രാവശ്യമെങ്കിൽ എനിക്ക് 6 പ്രാവശ്യം കളക്ട് ചെയ്തായിരുന്നെങ്കിൽ ഹാപ്പി ആയേനെ ഞാന്. എത്താറായി തോന്നുന്നു. 3 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാം കളക്ട് ചെയ്യുന്നു. ഈ പ്രാവശ്യം നമുക്ക് 5 മിനിറ്റ് ഉണ്ടായിട്ട് പോലും നമ്മളെല്ലാം എടുത്തില്ല. ഇവിടെ ഉണ്ടോ? നമ്മൾ എത്തിയല്ലോ, നമ്മൾ വേഗം എത്തി. ഇതെന്ത് സ്ഥലം? എന്തോ കണ്ടിട്ട് സൂപ്പർ മാർക്കറ്റ് പോലെയുണ്ട്. ഓക്കെ, ഇത് വേഗം വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ ട്രാഷ് ഞാൻ വേഗം വെച്ചില്ലെങ്കിൽ ഞാൻ തൂക്കും. 3 മിനിറ്റേ ഉള്ളൂ ബാക്കി. ഓക്കെ, നെക്സ്റ്റ് 6 എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ ഒരെണ്ണം ചെയ്ത്. ഇത് വേറെ വണ്ടി വരുന്നു. നമ്മൾ ട്രാഷ് അയാൾ പിക്ക് ചെയ്യാം. നമ്മൾ പിക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ട്രീ ഒന്നും പൊട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് ട്രീ അല്ലാന്ന് തോന്നുന്നു. ഇയാള് മനുഷ്യന്റെ വഴി മുടക്കാനായിട്ട് വന്നേക്കാണല്ലോ. ഞാൻ ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ച? ഇനി നമുക്ക് 2 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. ഈ 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് 5 ട്രാഷ് കളക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ ഇതാണെങ്കിൽ പ്ലാറ്റ്ഫോമിൽ കയറി ഇരിക്കുന്നുമില്ലല്ലോ. ഓക്കെ, വെച്ച് താഴത്തെ. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. സമയത്തൊക്കെ നമ്മൾ എത്തും, പക്ഷെ ഇത് വറുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. പ്രസ് ചെയ്യട്ടെ. പ്രഷറുണ്ട്, അതേ കൂടിപ്പോയി ഞാൻ അടുത്തത് എടുക്കട്ടെ. ഇത് ഞാൻ വേഗം എടുത്ത്, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്ത 2 എണ്ണം സ്ഥലത്തുള്ളത് പോലെ തോന്നുന്നു. അപ്പൊ നമ്മൾ ടോട്ടലി 6 എണ്ണത്തിൽ 4 എണ്ണം എടുത്ത് അടുത്ത 2 എണ്ണം ഒരുമിച്ചിരിക്കുകയാണെന്ന് എൻ്റെ ഒരു മാപ്പ് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മളവിടെ നിന്ന് എത്തും. ഇവിടെ നമ്മൾ റിവേഴ്സ് എടുത്തിട്ട് അവിടെ എത്താൻ തന്നെ എടുക്കും കുറച്ച് സമയം. പിന്നെ എടുത്ത് ലോഡ് ചെയ്തൊക്കെ സമയം വൈകും. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ കെട്ടി. 20 സെക്കൻഡ്സും കൂടിയാണ് ബാക്കിയുള്ളത്. ഇങ്ങനെ ഞാൻ വീട്ടിലുകളിൽ അടിച്ചാൽ നമ്മൾ ഒരിക്കലും എത്തില്ല. ഓക്കെ, എത്താറായി. പക്ഷെ നമുക്ക് ആകെ 10 സെക്കൻഡ്സും കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മലയുടെ മുകളിലായതെന്ന്. 5 more സെക്കൻഡ്സ്. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ അടുത്തടുത്ത് തന്നെയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ജോബ് ഫെയിൽഡായി. സാരമില്ല, ഇതും കുറച്ച് പൈസ കിട്ടി. $40 കിട്ടി. ഇത് കൊണ്ടുപോയി അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ വെറുതെ എൻ്റെ കയ്യിലിരുന്ന് ചിലവായി പോകും. ടോട്ടൽ നമുക്കിപ്പം 235 ഉണ്ട്. 235 വെച്ച് ഒന്നും ആവില്ല. ഒരു വീട് വാങ്ങിക്കാൻ പോലും ആയിട്ടില്ല ഇതുവരെ പൈസ. എന്നാലും നമുക്ക് അടുത്ത ജോലിയായിട്ട് പുതിയ എപ്പിസോഡ് കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. ബൈ.